കണ്ണൂരിൽ തയ്യിൽ എന്ന സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപിച്ചതാണ് ഈ പള്ളിയും അതുപോലെ സ്കൂളും. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കേൾക്കാം. അതിപുരാതനമായ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൻ്റെ സബ്സ്റ്റേഷനായി 1792 കടലിനോട് ചേർന്ന് കിടക്കുന്ന തയ്യിൽ പ്രദേശത്ത് ഒരു പ്രാർത്ഥനാലയം സ്ഥാപിച്ചു. മംഗലപുരത്തുകാരായ കൊങ്കണി ഭാഷ സംസാരിക്കുന്നവരും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ ക്രിസ്ത്യാനികളാണ് ഇവിടുത്തുകാർ. ഇപ്പോഴത്തെ പ്രിൻസിപ്പളാണ് 116 വർഷം മുമ്പ് തുടങ്ങിയ സ്കൂളല്ലേ? വളരെ പാവപ്പെട്ട കുട്ടികളായിരിക്കുമല്ലോ. ഈ പ്രാർത്ഥനാലയം 1920 കാലഘട്ടത്തിൽ ഒരു ദേവാലയമായി ഉയർത്തപ്പെട്ടു. ആദ്യ റെസിഡൻഷ്യൽ വികാരിയായി റവ ഫാദർ ജോസഫ് അംബ്രോസ് ഫെർണാണ്ടസ് നിയമിതനാവുകയും നീണ്ട 23 വർഷത്തെ കാലയളവിനുള്ളിൽ കണ്ണൂർ ചാല എന്ന സ്ഥലത്ത് ഒരു കൊച്ചു ദേവാലയവും തയ്യിൽ പ്രദേശത്ത് 200 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കൂളും ആരംഭിച്ചു. 1936 ഇന്ന് കാണുന്ന ദേവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ മറ്റനേക ആധ്യാത്മിക കാര്യങ്ങളും ചെയ്ത ശേഷം 1943 ഡിസംബർ മാസം വിരമിച്ചു. അതിനുശേഷം നമ്മുടെ ദേവാലയം ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർത്തുവാനായി 15ഓളം വികാരി അച്ഛന്മാരും 2 അസിസ്റ്റൻറ്റ് വികാരിമാരും മഹത്തായ സേവനം കാഴ്ചവെച്ചു. ഇനി നമുക്ക് ഇവിടുത്തെ അധ്യാപകൻ പറയുന്നത് കേൾക്കാം. ഒരു കെട്ടിടം നമ്മുടെ മിഷണറിമാരാണ് കണ്ണൂർ രൂപതയിലുണ്ടായ വൈദികരാൽ രൂപീകൃതമായതാണ്. പ്രത്യേകിച്ച് ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചതും പ്രവർത്തിച്ചതൊക്കെ. ഇത്രയും 116 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് ഒട്ടനവധി സമൂഹത്തിൽ തന്നെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ സംഭാവന ചെയ്യാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 2024 കാലഘട്ടം വരെ പഴയ ഒരു കെട്ടിടത്തിലായിരുന്നു കാലത്തുണ്ടായ ആ ഒരു കെട്ടിടം. കാലക്രമേണ ഉണ്ടാക്കി പുതുക്കി പണിത് കൊണ്ടുപോയ ഒരു കെട്ടിടത്തിലായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പുതിയ വർഷത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പുതിയ കെട്ടിടം എന്നുള്ള ഒരു നാടിൻ്റെ ആവശ്യം തന്നെ കണ്ണൂർ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള മോൺസിനോർ ക്ലാരൻസ് വാലിയത്ത് അച്ഛനാണ് കോർപ്പറേറ്റ് മാനേജർ. അച്ഛൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല, അതോടൊപ്പം തന്നെ ടെന്നീസ് കുറുപ്പശ്ശേരി പിതാവൊക്കെ ഉദ്ഘാടനത്തിനെത്തി. ഇവിടെ നമ്മുടെ പുതിയ ഉദ്ഘാടനം കഴിഞ്ഞ മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2025 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് പുതിയ കെട്ടിടത്തിലാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് സഹകരണ വിദ്യാലയത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ക്ലാസ് റൂമും അതോടൊപ്പം തന്നെ ഫർണിച്ചറൊക്കെ നൽകുന്ന പൂർവ്വ വിദ്യാർത്ഥികളാണ്. തുടർന്ന് അങ്ങോട്ടും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. താങ്ക് യു. എന്താ പേര് പറഞ്ഞില്ല? പേര് ലിജീഷ് മാർട്ടിൻ, സ്വദേശം പഴയങ്ങാടി മാടായി. അല്ലേ? അറിയാം. ഇനി നമുക്ക് ഈ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ ശാന്തസുന്ദരമായ ഉൾഭാഗമൊക്കെ കാണാം. ഒരുപാട് പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗം അതിമനോഹരമാണ്. പുതിയ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കാൻ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ സ്വപ്നം പൂവണിയുകയാണ്. പുതിയ സ്കൂളിൻ്റെ പ്രവർത്തനം 2025 ജൂൺ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.